ഹലോ ഫ്രണ്ട്സ്, നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ടൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. എല്ലാവരും നാരങ്ങ ഉണ്ടെങ്കിലും പെട്ടെന്ന് ഓടിവായോ. നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച നാരങ്ങയാണ്. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചേക്കുവാണ്. അടിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കണം, മറന്നു പോകരുത്. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളിത് സ്റ്റീമായി കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റീമായ നമ്മുടെ നാരങ്ങ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലുള്ള ആ നനവൊക്കെ നമുക്കൊന്ന് തുടച്ച് നല്ല ഡ്രൈ ആയ ഒരു തുണിയിലിട്ടിട്ട് തുടച്ചെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി കുറച്ച് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. എള്ളെണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചിടുക. അതൊന്ന് മൂപ്പായി വന്നതിന് ശേഷം നമ്മൾ മുളക് പൊടിയാണ്, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അടുത്ത പൊടി നമ്മൾ മഞ്ഞൾപ്പൊടിയുണ്ട്, നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ചതും കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതിന് ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ വേവിച്ച് വെച്ച നമ്മുടെ നാരങ്ങ, അതിൻ്റെ കൂടെ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി കുറച്ച് നമുക്ക് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയും കൂടെ ഇട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ അച്ചാർ പൂർണ്ണ രൂപമാവുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.